والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അനുഷ്ഠിച്ചതായ നോമ്പുകൾ പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും എല്ലാ സുഹൃതങ്ങളും പടച്ച റബ്ബ് സമ്പൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാൻ 3 എന്നൊരു പ്രത്യേകതയുണ്ട്. എന്തെന്നറിയോ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളുടെ കരളിന്റെ കഷ്ണമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഇസ്ലാമികമായ ചരിത്രത്തിലെ തുല്യതയില്ലാത്ത വ്യക്തിത്വവും ലോക വനിതകളുടെ കാലത്തെയും മാതൃകയുമായ ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹ മഹദിയുടെ ആണ്ട് ദിനമാണ് പരിശുദ്ധമായ റമദാൻ 3. മരണമുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നോമന മകളുടെ ആണ്ട് ദിവസമാണ് പരിശുദ്ധമായ റമദാൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫാത്തിമത്തു ബദഅതു മിന്നി ഫമൻ അഗ്ളബഹ അഗ്ളബനി. എൻ്റെ മകൾ ഫാത്തിമ എന്ന് പറയുന്നത് എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ്. ആ മകളോട് ആരെങ്കിലും കോപിച്ചാൽ അവൻ എന്നോട് കോപിച്ചവനെ പോലെയാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ മഫ്ഹൂമുൽ കലാം എടുത്തു നോക്കുമ്പോൾ ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ ആരെങ്കിലും സ്നേഹിച്ചു കഴിഞ്ഞാൽ അവൻ എന്നെ സ്നേഹിച്ചതുപോലെയാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഒരു ദിവസം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വന്നിട്ട് പറയാണ്, എൻ്റെ പ്രിയപ്പെട്ട വാപ്പ, ജോലികൾ ചെയ്തിട്ട് എനിക്ക് വല്ലാണ്ട് ശരീരം മുഴുവനും നല്ല വേദനയുണ്ട്, കൈകാലുകൾക്ക് നല്ല വേദനയുണ്ട്. വീട്ടിലെ കഠിനമായ ജോലികൾ കാരണം പ്രയാസപ്പെട്ടുകൊണ്ട് പ്രിയപ്പെട്ട വാപ്പാനോട് പൊന്നുമകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വന്ന് ആവലാതി ബോധിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട പിതാവ് അവിടുന്ന് മകൾക്ക് കൊടുത്ത ഉപദേശം എന്തെന്നറിയോ? ഭൗതികമായ സഹായത്തെക്കാളും ആത്മീയമായ പ്രത്യേകമായ കരുത്തുണ്ടാകണം മോളെ, അതിനു വേണ്ടിയിട്ട് ഞാനൊരു ദിക്റ് പറഞ്ഞു തരാം മകളെ എന്ന് പറഞ്ഞിട്ട് മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത ദിക്റ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വല്ലാഹു അക്ബർ. വളരെ പവിത്രതയുള്ള ദിക്റാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു ഹദീസിലൂടെ പറയുന്നുണ്ട്, ഈ ഭൂമി ലോകത്തെ എല്ലാ വസ്തുക്കളും ഒരു ത്രാസിന്റെ ഒരു ഭാഗത്ത് വെക്കുകയും മറുഭാഗത്ത് ഈ ദിക്റ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വല്ലാഹു അക്ബർ വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നുള്ളതായ ദിക്റ് വെക്കുകയും ചെയ്താൽ ഏറ്റവും കൂടുതൽ ഭാരം തോന്നിക്കുന്നത് ഈ ദിക്റിന്റെ തട്ടിലാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലേ സ്വലാത്തു തസ്ബീഹ്, തസ്ബീഹ് നിസ്കാരത്തിലൊക്കെയും നമ്മൾ ചൊല്ലി പൂർത്തിയാക്കുന്ന ദിക്റാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 5 വഖ്ത് നിസ്കാര ശേഷം സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം, അല്ലാഹു അക്ബർ 34 പ്രാവശ്യം നമ്മൾ ചൊല്ലാറുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്നാമ്പുറം പരിശോധിക്കുമ്പോൾ ശാരീരികമായും മാനസികമായും കുടുംബപരമായും നമുക്ക് എല്ലാവിധ സഹായവും നൽകുന്ന വളരെ മഹത്വമുള്ള ദിക്റാണ് ഈ ഒരു ദിക്റ്. മാത്രവുമല്ല അല്ലാഹുവിന്റെ റസൂലും പൊന്നുമകൾക്ക് പറഞ്ഞു കൊടുത്ത ഒരു ദിക്റ് കൂടിയാണ് ഈ ദിക്റ്. ദിവസവും അത് പതിവാക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ സമയത്ത് ചാരത്തുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ സമയത്ത് വിഷമിച്ചിരിക്കുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആ ഫാത്തിമയുടെ മുഖത്ത് നോക്കിയിട്ട്
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഓ ഫാത്തിമ വിഷമിക്കണ്ട, എൻ്റെ കുടുംബത്തിൽ നിന്ന് എന്നോട് ആദ്യം വന്ന് ചേരുന്നത് നീയായിരിക്കും ഫാത്തിമ. ഇത് കേട്ടപ്പോൾ ഫാത്തിമ ബീവി ഒന്ന് പുഞ്ചിരിച്ചു. വീണ്ടും വിഷമിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ സമയമാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്തോ പറയുന്നുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അവിടുത്തെ അതരങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് വെച്ച് നോക്കിയപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിക്കുന്നത് പൊന്നുമകൾ ഫാത്തിമയെ അല്ല, മറിച്ച് യാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തെ, എൻ്റെ ഉമ്മത്തെ, എന്നെയും നിങ്ങളെയുമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന്റെ സമയത്ത് വിളിച്ചിട്ട് 2 വസിയത്തുകൾ നൽകുന്നു. ഊസീകും ബിസ്സലാ, ഊസീകും ബിതഖ്വല്ലാഹ്. 2 വസിയത്തുകൾ. നിസ്കാരത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ഒരാളും അശ്രദ്ധരാകരുതേ. അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ഒരാളും പിന്നോട്ട് പോകരുതേ. ഈ 2 കാര്യങ്ങളാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തിന്റെ സമയത്ത് നമ്മോട് നൽകിയ ഉപദേശം, നമ്മോട് നൽകിയ വസിയത്തുകൾ. അല്ലാഹു പരിപാലിക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒരു വഖ്ത് നിസ്കാരം പോലും ഖളാ ആകാതെ കൃത്യമായി നിർവഹിക്കാനുള്ള ഈമാൻ, അതിനുള്ള ഇഖ്ലാസ് പടച്ച റബ്ബ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ദിവസം നമ്മുടെ വീട്ടിലുള്ള ഭാര്യ, മക്കള്, അവരടുത്തൊക്കെ എന്ത് ചെയ്യാൻ പറയണം? മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഹദറത്തിലേക്ക് യാസീനും അതുപോലെ തന്നെ അറിയുന്ന സൂറത്തുകളൊക്കെ ഓതിയിട്ട് ഹദിയ ചെയ്യാൻ പറയണം. കാരണം എന്തേ? അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. ഇന്ന് ജന്നത്തുൽ ബഖീയിൽ അന്തിയുറങ്ങുന്ന മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവരുടെ എല്ലാം ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒക്കെയും പടച്ച റബ്ബ് നന്നാക്കി തരട്ടെ. നാളെ ആഖിറമാകുന്ന പ്രവിശാലമായ ലോകത്ത് അവരുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് നമുക്ക് വിജയിക്കാനുള്ള മഹാഭാഗ്യം പടച്ച റബ്ബ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി